ആക്രമണത്തിൽ പരിക്കേറ്റ് രക്തമൊലിക്കുന്ന ഫലസ്തീൻ യുവാവിനെ സൈനിക ജീപ്പിനു മുന്നിൽ കെട്ടിയിട്ട് മനുഷ്യകവചമാക്കി ഇസ്രായേൽ സൈന്യം. ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ വിശദീകരണവുമായി ഇസ്രായേൽ രംഗത്തു വന്നു. വെസ്റ്റ് ബാങ്കിലെ ജനീനിലാണ് സംഭവം. സൈനികർ യുദ്ധത്തിന്റെ നടപടികൾ ലംഘിച്ചെന്ന് ഇസ്രായേൽ പിന്നീട് അറിയിച്ചു. ശനിയാഴ്ചയാണ് ജീപ്പിന്റെ ബോണറ്റിൽ തിരശ്ചീനമായി കെട്ടിയിട്ട യുവാവുമായി ഇടുങ്ങിയ തെരുവിലൂടെ ഇസ്രായേൽ സൈന്യം വാഹനമോടിച്ചത്. ഭീകരവിരുദ്ധ ആക്രമണത്തിൽ പരിക്കേറ്റയാളാണ് ഇതെന്ന് ഇസ്രായേൽ സേന വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സൈന്യവും യുവാക്കളും പരസ്പരം വെടിവെച്ചെന്നും ഇതിൽ പരിക്കേറ്റയാളെയാണ് കെട്ടിയിട്ടതെന്നുമായിരുന്നു ആദ്യത്തെ ന്യായീകരണം. എന്നാൽ വാഹനത്തിൽ കെട്ടിയിട്ടത് ചട്ടലംഘനമാണെന്നും നടപടിയെടുക്കുമെന്നും പിന്നീട് സൈന്യം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പരിക്കേറ്റയാളെ ഫലസ്തീൻ റെഡ് ക്രസന്റിന് ചികിത്സയ്ക്കായി കൈമാറിയെന്നും സൈന്യം പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 549 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ജനീനിലെ ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം തുടർച്ചയായി ആക്രമണം നടത്താറുണ്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.